ഒക്ടോബർ മാസം 3-ാം തീയതി ജുമുന നാസർ എന്ന് പറയുന്ന ഒരു സ്ത്രീ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്തതായിട്ട് നമ്മൾ അറിയുന്നു. 24 ഒക്ടോബർ മാസം 3-ാം തീയതി. പരാതിയൊന്നുമല്ല, ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു, ആളുകൾക്ക് വാഹനങ്ങൾ കൊടുക്കുന്നു, തുന്നൽ മെഷീൻ കൊടുക്കുന്നു, ലാപ്ടോപ്പ് കൊടുക്കുന്നു, ഇങ്ങനെ കുറെ പരിപാടികൾ ഇവിടെ നടക്കുന്നു. ഞാനും അതിൽ പണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോ എനിക്ക് പണം കൊടുക്കാൻ പറ്റുമോ? ഇതാണ് അവരുടെ ഒരു പരാതിയുടെ ഉള്ളടക്കം. അതിന്റെ പുറത്ത് പോലീസ് അനന്തുവിന്റെ ഈയാട്ടുമുക്കിലുള്ള ബാങ്കിന്റെ അക്കൗണ്ട് 3-3.5 കോടി രൂപയുള്ള ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു. മിണ്ടാട് കയറി ഫ്രീസ് ചെയ്യുന്നു, ബാങ്കിന് ഇമെയിൽ അയക്കുന്നു, ബാങ്ക് ഫ്രീസ് ചെയ്യുന്നു. അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്ന് അനന്തു എന്നോട് 4-ാം തീയതി പറയുന്നു. 5-ാം തീയതി വൈകിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സബ് ഇൻസ്പെക്ടർ എന്നോട് 200 കോടി രൂപയിൽ മേലെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നു, ഇപ്പൊ അക്കൗണ്ടിൽ കാശ് കാണാനില്ല, അതുകൊണ്ട് പ്രതി നേരിട്ട് വരണം എന്ന് പറയുന്നു. അപ്പൊ ഈ CSR ഫണ്ടിന്റെ വിഷയങ്ങളെല്ലാം ചർച്ചയായിട്ട് അവിടെ ഇരുന്ന് സബ് ഇൻസ്പെക്ടറോട് ഞാൻ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞു, മാഡം മടങ്ങി എന്ന് പറഞ്ഞു. 7-ാം തീയതി ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയും കമ്പനി സെക്രട്ടറിയെയും കൂട്ടി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സംസാരിക്കാനായിട്ട് എത്തുന്നു. ഫോൺ ചെയ്തപ്പോൾ CI പറഞ്ഞു, മാഡം പ്രതി വരാതെ ഞാൻ ആരോട് സംസാരിക്കാൻ തയ്യാറില്ല എന്ന് പറയുന്നു. ഞങ്ങൾ മടങ്ങിപ്പോരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അനന്തുവിനെ വിളിച്ച്, അനന്തു ഇങ്ങനെയാണല്ലോ സംഭവങ്ങൾ, അതുകൊണ്ട് അനന്തു അത് വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, NGO കോൺഫെഡറേഷന്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടട്ടെ, എന്നിട്ട് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു. NGO കോൺഫെഡറേഷന്റെ ഭാരവാഹികളായ ബീന സെബാസ്റ്റ്യൻ, ഈ KM എബ്രഹാമിന്റെ ബന്ധുവായ ബേബി, പിന്നെ കൊച്ചനിൽ എന്ന് വിളിക്കുന്ന ജോൺ, പിന്നെ പ്രസാദ് എന്ന് വിളിക്കുന്ന മറ്റൊരാൾ, അങ്ങനെ കുറെ പേര് കൂടെ ചേർന്ന് ഒരു പരാതി തയ്യാറാക്കി IG കൊടുക്കാനായി തിരുവനന്തപുരത്ത് പോകുന്നു. ബേബി KM എബ്രഹാമിനെ കൊണ്ട് IG ഓഫീസിലേക്ക് റെക്കമെൻഡ് ചെയ്യിക്കുന്നു, ഇവർ വരുന്നുണ്ട്, ഇവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണമെന്ന്. ബേബി KM എബ്രഹാം IG ഫോണിൽ സംസാരിച്ചു എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. എന്റെ ഇൻഫർമേഷനാണ്. അങ്ങനെ സംസാരിച്ചിട്ട് IG അത് ആലുവ SP-യോട് അന്വേഷിക്കാൻ പറഞ്ഞു ഓർഡർ ഇടുന്നു. ഇവര് പിന്നീട് ആലുവ SP-യെ കാണുന്നു. CIയുടെ അടുത്ത് അനന്തകൃഷ്ണനെ കൊണ്ട് ആലുവ SP-യുടെ അടുത്ത് പോകുന്നു, CIയുടെ അടുത്ത് പോകുന്നു. അങ്ങനെ അവര് തമ്മിൽ ധാരാളം സംസാരങ്ങൾ നടക്കുന്നു. ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ട് ഇത്രയും മാസമായിട്ടും പോലീസ് അനന്തകൃഷ്ണന്റെ ഓഫീസുകളിൽ വരികയോ ചോദ്യങ്ങൾ ചെയ്യുകയോ FIR ഇടുകയോ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഈ 5 മാസത്തെ ഈ പോലീസിന്റെ ഈ അന്വേഷണത്തിലുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് പോലീസ് വിശദീകരിക്കണം. അതിൽ KM എബ്രഹാമിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടായത് കൊണ്ടാണല്ലോ IG ഇടപെട്ടതും SP ഇടപെട്ടതും CI ഒന്നും ചെയ്യാതിരുന്നതും. അതാണ് ഞാൻ പറയുന്നത്. നമസ്കാരം. ചുക്കുകൂടാത്ത കഷായമില്ല എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. അത് ശരിയാണ് താനും. മിക്കവാറും എല്ലാ കഷായങ്ങളിലും ചുക്കുണ്ടാവും. എന്തുകൊണ്ടാണ് ഇപ്പോൾ കഷായത്തിൻ്റെ കാര്യം പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് തോന്നാൻ കാര്യമുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, പാതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും രാസവളവും അടക്കമുള്ള സാധന സാമഗ്രികൾ പൊതുജനത്തിന് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 1000 കോടി രൂപയിലധികം തട്ടിച്ചെടുത്ത അനന്തുകൃഷ്ണന്റെ ചില വിശേഷങ്ങളുമായി തന്നെയാണ് ഇപ്പോൾ ഈ വിഷയം സംസാരിച്ചത്. അതായത് ചുക്കുകൂടാത്ത കഷായമില്ല എന്നുള്ള കാര്യം സംസാരിച്ചത്. ഇത്രത്തോളം ഫലപ്രദമായ അനന്തകൃഷ്ണന് കേരളത്തിൽ ഈ ഒരു തട്ടിപ്പ് നടത്താൻ സഹായകരമായത് തിരുവനന്തപുരം തോന്നയ്ക്കൽ പ്രവർത്തിക്കുന്ന സായി ഗ്രാം എന്ന സന്നദ്ധ സംഘടനയുടെ പിൻബലം തന്നെയാണ്. സായി ഗ്രാമിന്റെ ആയുഷ്കാല ചെയർമാനായ ആനന്ദകുമാർ എന്ന ആളുടെ വിശ്വാസ്യതയും അവരുടെ സായി ഗ്രാമിന്റെ ക്രെഡിബിലിറ്റിയും തന്നെയാണ് അനന്തകൃഷ്ണന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തട്ടിപ്പ് നടത്താൻ അവസരമുണ്ടായത്. ആനന്ദകുമാറിന്റെ വിശ്വാസ്യത തന്നെയാണ്. പാതി വിലയ്ക്ക് സ്കൂട്ടർ അടക്കം ലാപ്ടോപ്പ് അടക്കം വിവിധ സാധനങ്ങൾ സാധാരണക്കാരന് കൂലിവേലക്കാരായ ആളുകൾക്ക് ലഭ്യമാക്കും എന്നുള്ള പരസ്യം കണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളാണ് അനന്തകൃഷ്ണന്റെ വെട്ടിൽ വീണത്. ഏതാണ്ട് 1000 കോടി രൂപയിലധികമാണ് കേരളത്തിൽ നിന്നും അനന്തകൃഷ്ണൻ ഇതിലൂടെ തട്ടിച്ചെടുത്തത് എന്ന് പറയുമ്പോൾ കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസേഴ്സിൽ മിക്കവാറും ആളുകളെല്ലാവരും തന്നെ ഇത് മുന്നറിയിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ പദ്ധതി തട്ടിപ്പാണ് എന്ന തരത്തിൽ, അല്ലെങ്കിൽ കൂടുതൽ ജാഗ്രത കാണിക്കണം എന്ന രീതിയിൽ കേരളത്തിൻ്റെ ഇൻ്റലിജൻസിന് ഇവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം.
എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് കിട്ടിയിട്ടും കേരളത്തിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം മേധാവി ഇതിന് തീരുമാനങ്ങളൊന്നും എടുക്കാതിരുന്നത്, നടപടികൾ കൈക്കൊള്ളാതിരുന്നത് എന്നാലോചിക്കുമ്പോഴാണ് ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലുള്ള വിശദമായ വിവരങ്ങൾ നാം അറിയുന്നതും ഞെട്ടിത്തരിച്ച് നിൽക്കുന്നതും. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അതായത് ചീഫ് സെക്രട്ടറിക്ക് മുകളിൽ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഡോക്ടർ KM എബ്രാഹാം തന്നെയാണ് ഇതിന് പുറകിൽ പ്രവർത്തിച്ചത് എന്ന് പറയുമ്പോൾ കേരളം ഇന്നുവരെയും കേൾക്കാത്ത ഒരു ഞെട്ടൽ തന്നെയാണ് ഉളവാകുന്നത്. മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയ ഡോക്ടർ KM എബ്രാഹാമിന്റെ ബന്ധുവായ ബേബി എന്ന് പറയുന്ന ഒരാൾ ഈ തട്ടിപ്പിൽ കക്ഷിയായിരുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന ഏറ്റവും വലിയ വിവരം. അതായത് സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് പാതി വിലയ്ക്ക് ഇത്തരം സാധന സാമഗ്രികൾ കൊടുക്കുമ്പോൾ ഓരോരോ പ്രദേശങ്ങളിലുള്ള രാഷ്ട്രീയക്കാരും സന്നദ്ധ സേവാ സംഘടനകളുമെല്ലാം ഈ പദ്ധതി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് തങ്ങളിലൂടെയാണ് എന്നുള്ള ഒരു കാര്യം വരുത്തി തീർക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ തങ്ങൾ കൂടി ഈ പദ്ധതിയിൽ പങ്കാളികളാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി അനന്തകൃഷ്ണന്റെ പദ്ധതിയുമായി സഹകരിച്ചവർ തന്നെയാണ്. ഇങ്ങനെ ഈ പദ്ധതിയുടെ ഇടനിലക്കാരായി വർത്തിച്ച ആളുകൾ സാധാരണക്കാരിൽ നിന്ന് ലഭ്യമായ പണത്തിന്റെ നല്ലൊരു ശതമാനം അനന്തകൃഷ്ണനിൽ നിന്നും തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഒരാളാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ KM എബ്രാഹാമിന്റെ ബന്ധുവായ ബേബി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് പ്രവർത്തകയായ ലാലി വിൻസെന്റ് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ച് പറഞ്ഞത്. അതായത് അനന്തകൃഷ്ണന്റെ ഇടപാടിനെ കുറിച്ച് സംശയം തോന്നിയപ്പോഴെല്ലാം തന്നെ കേരളത്തിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസേഴ്സ് എല്ലാം ഇൻ്റലിജൻസിന് കൃത്യമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് വിഭാഗം ആദ്യം ചെയ്യുന്നത് സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയത് ആരാണോ ആ ആളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുക എന്നുള്ളൊരു നടപടിക്രമമാണ് ആദ്യം ചെയ്യാറുള്ളത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ ഒരു മുന്നറിയിപ്പ് കിട്ടിയിട്ടും കേരളത്തിൻ്റെ ഇൻ്റലിജൻസ് മേധാവി അനന്തകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാതിരുന്നത് എന്ന് തന്നെയാണ് ലാലി വിൻസെന്റ് ചോദിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകയായ ലാലി വിൻസെന്റിനും അനന്തകൃഷ്ണൻ ലീഗൽ അഡ്വൈസർ എന്ന രീതിയിൽ ഏതാണ്ട് 40 ലക്ഷം രൂപ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം അനന്തകൃഷ്ണൻ വ്യക്തമാക്കിയത്. ലാലി വിൻസെന്റിന് 40 ലക്ഷം രൂപ ലീഗൽ ഫീസായി നൽകുന്നതിന് വേണ്ടി എന്ത് തരത്തിലുള്ള കേസുകളാണ് അനന്തകൃഷ്ണന് വേണ്ടി ലാലി വിൻസെന്റ് വാദിച്ചിട്ടുള്ളത് എന്നുള്ളതും ചോദ്യം തന്നെയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറിയായ KM എബ്രാഹാമിന്റെ അടുത്ത ബന്ധുവായ ബേബി ഇക്കാര്യത്തിൽ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഡോക്ടർ KM എബ്രാഹാം ബേബിക്ക് വേണ്ടി ഈ കേസിൽ ഇടപെട്ട് ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ മറികടന്നുകൊണ്ട് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടുകളൊന്നും ഫ്രീസ് ചെയ്യാതിരുന്നത് എന്നാണ് ലാലി വിൻസെന്റ് പറഞ്ഞു വരുന്നത്. അങ്ങനെയെങ്കിൽ അനന്തകൃഷ്ണന്റെ ഏത് തരത്തിലുള്ള കേസുകൾ നടത്തിപ്പിന് വേണ്ടിയാണ് ലാലി കൃഷ്ണൻ 40 ലക്ഷം രൂപ പ്രതിഫലമായി പറ്റിയത് എന്നുകൂടി വ്യക്തമാക്കാൻ ലാലി വിൻസെന്റിന് ബാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പൊതുജനങ്ങളും ഇപ്പോൾ പറയുന്നത്. അതെന്ത് തന്നെയായാലും ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ചുക്ക് ചേരാത്ത കഷായമില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ നടന്നിട്ടുള്ള വൻ സാമ്പത്തിക ക്രമക്കേടുകളിലെല്ലാം മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ കുടുംബക്കാരോ പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അഥവാ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറിയായ KM എബ്രാഹാമിന് പങ്കുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കരൻ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ പുറത്തു പോകേണ്ടി വന്നതിനെ തുടർന്ന് KM എബ്രാഹാം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത്. ചീഫ് സെക്രട്ടറിക്ക് മുകളിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സ്ഥാനം എന്നറിയുമ്പോൾ KM എബ്രാഹാം തന്റെ ബന്ധുവായ ബേബിക്ക് വേണ്ടി ഈ കേസ് അട്ടിമറിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ ലാലി വിൻസെന്റ് ആരോപിക്കുന്നത്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതിന് കൃത്യമായ പങ്കുണ്ട്, മുഖ്യമന്ത്രിക്കും ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് ലാലി വിൻസെന്റ് എടുത്തു പറയുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക മന്ത്രിമാരും MLA-മാരും MP-മാരും എല്ലാം അനന്തകൃഷ്ണന്റെ ഈ പരിപാടി, അതായത് പാതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുന്ന പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി പലയിടങ്ങളിലും സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. പൊതുജനങ്ങൾക്ക് നന്മ കിട്ടുന്ന കാര്യമായതിനാൽ ഇത്തരം പൊതുപ്രവർത്തകർ സംബന്ധിച്ചത് മാത്രമാണ് ഇതിൽ പറ്റിയിരിക്കുന്ന അബദ്ധം എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ വേണ്ടി മന്ത്രിമാരും MLA-മാരും MP-മാരും എല്ലാം ശ്രമിക്കുമ്പോഴാണ് ലാലി വിൻസെന്റിന്റെ ഇടിവെട്ടുന്ന തരത്തിലുള്ള ഇത്തരം ഒരു പ്രസ്താവന പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറിയായ KM എബ്രാഹാം തന്റെ ബന്ധുവായ ബേബിക്ക് വേണ്ടി അനന്തകൃഷ്ണന്റെ ഈ കേസിൽ അട്ടിമറിക്കാൻ വേണ്ടി കൂട്ടുനിന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൃത്യമായി ഇതിനറിവുണ്ട്, മുഖ്യമന്ത്രിക്കും ഈ കാര്യത്തിൽ അറിവുണ്ട് എന്ന് തന്നെയാണ് ലാലി വിൻസെന്റ് ആരോപിക്കുന്നത്. എന്തായാലും അനന്തകൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് 384-ലധികം കേസുകളാണ് അനന്തകൃഷ്ണന്റെ പേരിൽ
ചാർജ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മൂവാറ്റുപുഴ കോടതി അനന്തകൃഷ്ണന്റെ ഒരു ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ടായിരുന്നു. 340ഓളം കേസുകളാണ് ഈ വിഷയത്തിൽ അനന്തകൃഷ്ണന്റെ പേരിൽ ചാർജ് ചെയ്തത് എന്നറിയുമ്പോൾ 1000 കോടി രൂപയിലധികം ജനങ്ങളിൽ നിന്ന് തട്ടിച്ചെടുത്ത അനന്തകൃഷ്ണൻ 50 കോടി രൂപയിലധികമാണ് രാഷ്ട്രീയക്കാരുടെ വിശ്വാസ്യത നേടാൻ വേണ്ടി പൊടിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 പൈസ പോലും അധ്വാനിച്ചുണ്ടാക്കാതെ അനന്തകൃഷ്ണൻ ജനങ്ങളെ പറ്റിച്ച് കിട്ടിയ പണത്തിൽ നിന്നാണ് 50 കോടി രാഷ്ട്രീയക്കാർക്ക് വേണ്ടി വാരി വിതറിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ. മാത്രമല്ല ആഡംബര കാർ മേടിക്കുന്നതിന് വേണ്ടിയും ആഡംബര വസതി സ്വന്തമാക്കുന്നതിന് വേണ്ടിയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭൂമികൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുമെല്ലാം ഇതിൽ നിന്നും 25 കോടി രൂപയോളം അനന്തകൃഷ്ണൻ വകമാറ്റി ചിലവഴിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ ധൂർത്തിന്റെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു അനന്തകൃഷ്ണന്റെ പാതി വിലയ്ക്ക് സാധന സാമഗ്രികൾ വാങ്ങി നൽകാം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പദ്ധതി എന്നാണ് ഇപ്പോൾ കേരളം മൂക്കത്ത് പേരിൽ വെച്ചുകൊണ്ട് നോക്കിക്കാണുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറിയായ KM എബ്രഹാമിനും ഇതിൽ പങ്കുണ്ട് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ ഈ പദ്ധതിയിൽ പങ്കുണ്ട്, അതിന് മുഖ്യമന്ത്രിക്കും കൃത്യമായ വിഹിതം കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ലാലി വിൻസെന്റിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല. കേസ് തേഞ്ഞു മാഞ്ഞു പോകും. പാവപ്പെട്ടവർക്ക്, കാശ് നഷ്ടമായവർക്ക് ഇനി ഒരിക്കലും ആ പണം തിരിച്ചു കിട്ടാനും സാധ്യതയില്ല എന്ന് തന്നെയാണ് ലാലി വിൻസെന്റിന്റെ ഈ വെളിപ്പെടുത്തലിലൂടെ മനസ്സിലാക്കുന്നത്. ഇത് കേട്ട് കേരളം ഞെട്ടിത്തരിച്ചു നിൽക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. ഒക്ടോബർ മാസം 3-ാം തീയതി യമുന നാസർ എന്ന് പറയുന്ന ഒരു സ്ത്രീ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്തതായിട്ട് നമ്മൾ അറിയുന്നു. 24 ഒക്ടോബർ മാസം 3-ാം തീയതി. പരാതിയൊന്നുമല്ല, ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു, ആളുകൾക്ക് വാഹനങ്ങൾ കൊടുക്കുന്നു, തുന്നൽ മെഷീൻ കൊടുക്കുന്നു, ലാപ്ടോപ്പ് കൊടുക്കുന്നു, ഇങ്ങനെ കുറെ പരിപാടികൾ ഇവിടെ നടക്കുന്നു. ഞാനും അതിൽ പണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോ എനിക്ക് പണം കൊടുക്കാൻ പറ്റുമോ? ഇതാണ് അവരുടെ ഒരു പരാതിയുടെ ഉള്ളടക്കം. അതിന്റെ പുറത്ത് പോലീസ് അനന്തുവിന്റെ ഇയാട്ടുബുക്കിലുള്ള ബാങ്കിന്റെ അക്കൗണ്ട് 3-3.5 കോടി രൂപയുള്ള ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു. മിണ്ടാട് കയറി ഫ്രീസ് ചെയ്യുന്നു, ബാങ്കിന് ഇമെയിൽ അയക്കുന്നു, ബാങ്ക് ഫ്രീസ് ചെയ്യുന്നു. അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്ന് അനന്തു എന്നോട് 4-ാം തീയതി പറയുന്നു. 5-ാം തീയതി വൈകിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സബ് ഇൻസ്പെക്ടർ എന്നോട് 200 കോടി രൂപയിൽ മേലെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നു, ഇപ്പൊ അക്കൗണ്ടിൽ കാശ് കാണാനില്ല, അതുകൊണ്ട് പ്രതി നേരിട്ട് വരണം എന്ന് പറയുന്നു. അപ്പൊ ഈ CSR ഫണ്ടിന്റെ വിഷയങ്ങളെല്ലാം ചർച്ചയായിട്ട് അവിടെ ഇരുന്ന് സബ് ഇൻസ്പെക്ടറോട് ഞാൻ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞു, മാഡം അടങ്ങി എന്ന് പറഞ്ഞു. 7-ാം തീയതി ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയും കമ്പനി സെക്രട്ടറിയെയും കൂട്ടി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സംസാരിക്കാനായിട്ട് എത്തുന്നു. ഫോൺ ചെയ്തപ്പോ CI പറഞ്ഞു, മാഡം പ്രതി വരാതെ ഞാൻ ആരോട് സംസാരിക്കാൻ തയ്യാറില്ല എന്ന് പറയുന്നു. ഞങ്ങള് മടങ്ങിപ്പോരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അനന്തുവിനെ വിളിച്ച്, അനന്തു ഇങ്ങനെയാണല്ലോ സംഭവങ്ങൾ, അതുകൊണ്ട് അനന്തു അത് വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു NGO കോൺഫെഡറേഷന്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടട്ടെ, എന്നിട്ട് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു. NGO കോൺഫെഡറേഷന്റെ ഭാരവാഹികളായ ബീന സെബാസ്റ്റ്യൻ, ഈ KM എബ്രഹാമിന്റെ ബന്ധുവായ ബേബി, പിന്നെ കൊച്ചനിൽ എന്ന് വിളിക്കുന്ന ജോൺ, പിന്നെ പ്രസാദ് എന്ന് വിളിക്കുന്ന മറ്റൊരാൾ, അങ്ങനെ കുറെ പേര് കൂടെ ചേർന്ന് ഒരു പരാതി തയ്യാറാക്കി IG കൊടുക്കാനായി തിരുവനന്തപുരത്ത് പോകുന്നു. ബേബി KM എബ്രഹാമിനെ കൊണ്ട് IG ഓഫീസിലേക്ക് റെക്കമെൻഡ് ചെയ്യിക്കുന്നു, ഇവർ വരുന്നുണ്ട്, ഇവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണമെന്ന്. ബേബി KM എബ്രഹാം IG ഫോണിൽ സംസാരിച്ചു എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. എന്റെ ഇൻഫർമേഷനാണ്. അങ്ങനെ സംസാരിച്ചിട്ട് IG അത് ആലുവ SP-യോട് അന്വേഷിക്കാൻ പറഞ്ഞ് ഓർഡർ ഇടുന്നു. ഇവര് പിന്നീട് ആലുവ SP-യെ കാണുന്നു. CIയുടെ അടുത്ത് അനന്തകൃഷ്ണനെ കൊണ്ട് ആലുവ SP-യുടെ അടുത്ത് പോകുന്നു, CIയുടെ അടുത്ത് പോകുന്നു. അങ്ങനെ അവര് തമ്മിൽ ധാരാളം സംസാരങ്ങൾ നടക്കുന്നു. ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ട് ഇത്രയും മാസമായിട്ടും പോലീസ് അനന്തകൃഷ്ണന്റെ ഓഫീസുകളിൽ വരികയോ ചോദ്യങ്ങൾ ചെയ്യുകയോ FIR ഇടുകയോ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഈ 5 മാസത്തെ ഈ പോലീസിന്റെ ഈ അന്വേഷണത്തിലുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് പോലീസ് വിശദീകരിക്കണം. അതിൽ KM എബ്രഹാമിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടായത് കൊണ്ടാണല്ലോ IG ഇടപെട്ടതും SP ഇടപെട്ടതും CI ഒന്നും ചെയ്യാതിരുന്നതും. അതാണ് ഞാൻ പറയുന്നത്. കേസിൽ മാത്രമാണ് FIR വരുന്നത്. അതിനു മുമ്പ് രേഷ്മ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ പേരിൽ ഒരു FIR വന്നു. ആ കുട്ടിക്ക് പൈസ കൊടുത്തു. ഞാനാണ് ഹൈക്കോടതിയിൽ അത് പെറ്റീഷൻ കൊടുത്ത് ആ FIR ക്വാഷ് ചെയ്തത്. പിന്നെ ഇവര് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി വഴിയൊക്കെ ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചു. പക്ഷെ മുഖ്യമന്ത്രിയുടെ തിരക്കുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല. ഇത്രയും കാര്യം എനിക്കറിയാം.